السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. العاقبة للمتقين ولا عدوان إلا على الظالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിലും ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് നാഥൻ സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് ولا يجرمنكم شنعان قوم على ألا تعدلوا اعدلوا هو أقرب للتقوى إن الله خبير بما تعملون. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 8-ാം വചനം വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആ ആയത്ത് തുടങ്ങുന്നത് തന്നെ. യാ അയ്യുഹല്ലദീന ആമനൂ, അത് എല്ലാവർക്കുമുള്ള ഒരു അഭിസംബോധനയല്ല. അള്ളാഹുവിന്റെ ഈ സത്യദീനിൽ നിർഭയത്വം കണ്ടെത്തുകയും ആ നിർഭയത്വത്തെ ഏറ്റെടുക്കുകയും ചെയ്ത ആളുകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നത്. അഥവാ അള്ളാഹുവിന്റെ ഈ ദീനിനെ നിർഭയത്വത്തിന്റെ മാർഗമായി സ്വീകരിച്ച വിശ്വാസികളെ, ആ നിർഭയത്വമായി കണ്ടവരോടാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്. കൂനൂ ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാകണം. സാധാരണ ഒരു ചെറിയ ഒരു കാര്യം ഒരു ചെറിയ ഒരു സമയത്തേക്ക് ചെയ്യുന്നതിന് ഖാഇം എന്നാണ് സാധാരണ പറയാം. കുറച്ചു നേരം നിൽക്കുക, അല്ലെങ്കിൽ വല്ലപ്പോഴും ചില സന്ദർഭങ്ങളിൽ ചെയ്യാം. ഒരു കാർപ്പൻറ്റർ, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും കാർപ്പൻറ്റർ വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചു നേരത്തേക്ക് ആ പണി ചെയ്യും. ആ പണി ചെയ്യുന്നവനെ സാധാരണ പറയാറ് നാജിർ എന്നാണ്. പക്ഷെ അത് ഒരു തൊഴിലായി സ്വീകരിച്ചവന്, അത് അവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയവനെ പറയുന്നത് നജ്ജാർ എന്നാണ്. അതേ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹത്തോട് കൽപ്പിക്കുന്നത്. ഖവ്വാമീൻ, അത് നിങ്ങൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചെയ്യേണ്ടതല്ല, അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ട ഒന്നല്ല. അത് ഖവ്വാമീൻ, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെയും ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കേണ്ടതാണ് ആ ഖിവാമ് എന്ന പരിപാടി. ലില്ലാഹ്, അല്ലാഹുവിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളുക എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെയും നിങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് വെച്ചത് അല്ലാഹുവിലേക്കാണ്. സൂറത്തുൽ നിസാഇൽ സമാനമായ ഇതേ ആയത്ത് ചില പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ട് കുനൂ ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് എന്ന് സൂറത്തുൽ നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നു. സൂറത്തുൽ നിസാഇന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ, ആ ബന്ധങ്ങൾക്കിടയിലാണ് നിങ്ങൾ നീതി പുലർത്തേണ്ടത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലേക്ക് വരുമ്പോൾ സംസാരിക്കുന്നത് ആ ഷഹാദത്ത് അഥവാ ആ നിർവഹണം അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കണം. അത് അള്ളാഹുവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം നമ്മള് സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുമ്പോൾ, മനുഷ്യർക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രയാസം അനുഭവപ്പെടും, ചിലപ്പോൾ നമ്മൾക്ക് സങ്കടം അനുഭവപ്പെടും. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും ഫലവത്തായ രീതിയിൽ നമ്മൾക്ക് ഭൗതിക ലോകത്ത് റിസൾട്ട് കാണാതിരിക്കുമ്പോൾ നമ്മൾക്ക് പ്രയാസം അനുഭവപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമ്മൾക്കുള്ള ഒരു പോസിറ്റീവ് സൈൻ ആയിക്കൊണ്ടാണ് പറയുന്നത് ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ആ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയില്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കുന്നത്. അല്ലാഹു പറഞ്ഞു, എന്താണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്?
എന്താണ് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നടപ്പിൽ വരുത്തേണ്ടത്? ശുഹദാ ബിൽ ഖിസ്ത്, സത്യസാക്ഷ്യം. സത്യസാക്ഷ്യത്തിലൂടെ നീതി നിർവഹണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നത്. എന്താണ് ഷഹീദ്? ഷഹീദ് എന്നാൽ അറബി ഭാഷയിൽ ഷഹീദ് അതിന്റെ ഒരു ട്രാൻസ്ലേഷൻ അത് സാക്ഷി എന്നാണ്. ആ ഷഹീദിന്റെ പ്ലൂറൽ ഫോമാണ് ശുഹദാ, സാക്ഷികൾ എന്നുള്ളത്. അറബി ഭാഷയിൽ ഫഈൽ വസ്നിൽ ഒരു പദം വന്നു കഴിഞ്ഞാൽ ആ പദത്തിൽ ഉൾക്കൊള്ളുന്ന ആശയം അത് എന്നെന്നും നിലനിൽക്കുന്നതായിരിക്കും. അത് മാറ്റം സംഭവിക്കുന്നതല്ല. ഷഹീദ് എന്നത് സാക്ഷിയാണ് എങ്കിൽ ആ സാക്ഷ്യം എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതകാലം മുഴുവനും നിലനിൽക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിലോ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ മാത്രം നിർവഹിക്കേണ്ട പണിയല്ല. അതിന്റെ പ്ലൂറലാണ് ശുഹദാ. നിങ്ങൾ സാക്ഷികളാണ്, ബിൽ ഖിസ്ത്, നീതിയുടെ സാക്ഷികളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത് കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ പറയുന്നത് ആ നീതി, അല്ലാഹുവിന് വേണ്ടി നീതി നിർവഹിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നീതി നിർവഹണത്തില് വീഴ്ച വരുത്താറ് നമ്മളുടെ ശത്രുക്കളോട്, നമ്മളോട് അനീതി കാണിക്കുന്നവരോട്, നമുക്കെതിരെ നിൽക്കുന്നവരോട് നമുക്ക് നീതി പുലർത്താൻ ചിലപ്പോൾ കഴിയാറില്ല. നമ്മൾക്ക് അവരോട് നീതി പുലർത്താൻ ചിലപ്പോൾ സാധിക്കാറില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവരോട് പോലും വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അഅദിലു, നിങ്ങൾ ശത്രുക്കളാണ് നിങ്ങളുടെ എതിരുള്ളത് എങ്കിൽ പോലും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരോ നിങ്ങളോട് അക്രമം കാണിക്കുന്നവരാണ് എങ്കിൽ പോലും അവരോട് നിങ്ങൾ നീതി നിർവഹിക്കുന്നതിൽ ഏറ്റക്കുറവുകൾ പാടില്ല. അവരോട് നിങ്ങൾ നീതി നിർവഹിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. ഒരിക്കൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കല് ഒരു അവിശ്വാസിയായ മനുഷ്യൻ ഭക്ഷണം ചോദിച്ചു വരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യന് ഭക്ഷണം നിഷേധിക്കുന്നുണ്ട്. ഭക്ഷണം നിഷേധിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തിരുത്തുന്നുണ്ട്. ഇബ്രാഹിമെ, എന്നോട് അനീതി കാണിച്ചു കൊണ്ടിരിക്കുന്ന, അഥവാ എന്നോട് അനീതി സദാസമയം കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യന് ഞാൻ എല്ലാ നേരവും ഭക്ഷണം നൽകുന്നുണ്ട്. അപ്പോഴാണ് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ നിനക്ക് കഴിയാത്തത് എങ്കിൽ നീ അത് തിരുത്തണമെന്ന്, നിന്റെ ആണെങ്കിൽ പോലും അവരോട് നീ നീതി പുലർത്തണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു ചെന്ന് ആ മനുഷ്യനെ കണ്ടെത്തി ആ മനുഷ്യന് ഭക്ഷണം നൽകുന്നുണ്ട്. ആ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഭക്ഷണം കൂടെ എത്തിച്ചത് എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന മറുപടി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് കൽപ്പിച്ചു നീ ഇതിൽ നീതി പുലർത്തണമെന്ന്. സ്വാഭാവികമായിട്ടും ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക്, ഇബ്രാഹിം നബിയുടെ ദീനിലേക്ക് കടന്നു വരുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവൻ നീതി പുലർത്തുമ്പോൾ അത് മറ്റുള്ളവരെ അള്ളാഹുവിന്റെ ഈ സത്യദീനിലേക്ക് എത്തിക്കുന്നതിന് കൂടിയുള്ള ഒരു വഴിയായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ നീതിയുടെ സാക്ഷികളാവുക എന്നതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. നീതി മനുഷ്യരോട് മാത്രമല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അള്ളാഹുവോട് ചേർത്ത് വെച്ച് സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്, അള്ളാഹുവോട് നമുക്ക് ചില നീതികൾ പൂർത്തീകരിക്കാനുണ്ട്. അള്ളാഹു നമുക്ക് ഒരു അനീതിയും വരുത്താതെ നമ്മളോടുള്ള കടമകൾ അള്ളാഹു പൂർത്തീകരിക്കുമ്പോൾ അള്ളാഹുവിനോടും നീ നിർവഹിക്കേണ്ട കടമകളുടെ പൂർത്തീകരണം എന്നത്, അള്ളാഹുവോട് നീ നടത്തേണ്ട ബാധ്യതകളുടെ പൂർത്തീകരണം എന്നത് അത് നീതിയുടെ ഭാഗമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്തരത്തിൽ മനുഷ്യനോടുള്ളതും നമുക്ക് അള്ളാഹുവിനോട്, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ നിയന്താവിനോടുള്ള ആ നീതിയും പൂർത്തീകരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്ത ആ നിർഭയത്വം കണ്ടെത്തിയ മനുഷ്യരിൽ ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ നമുക്ക് നീതിയുടെ കാവലാളാകാൻ, നീതിയുടെ സാക്ഷികളാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നീതിയുടെ യഥാർത്ഥ സാക്ഷികളായിക്കൊണ്ട് നാഥനെ കണ്ടുമുട്ടാൻ നാഥൻ സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.